ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത് റോക്കിംഗ് സ്റ്റാർ യാഷ് നായകനാകുന്ന ടോക്സിക് എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം WCCയിൽ പിളർപ്പിന് കാരണമായിരിക്കുന്നു. ടോക്സിക് എന്ന ചിത്രത്തിൻ്റെ ടീസറിനെ ചൊല്ലിയുള്ള വിവാദം കനക്കുന്നു. നടി പാർവതി തിരുവോത്തും ഗീതുവും തമ്മിൽ ഇതേ തുടർന്ന് ശീതസമരം സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയിരിക്കുന്നു. ടോക്സിക്കിൻ്റെ ആദ്യ പ്രൊമോ വന്നപ്പോൾ പാർവതി ഗീതുവിനെ അൺഫോളോ ചെയ്യുകയും കണ്ണിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച വിചിത്രമായ ചിത്രം പങ്കുവച്ച് തൻ്റെ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. പാർവതിയും ഗീതുവും സോഷ്യൽ മീഡിയയിൽ പരസ്പരം ഫോളോ ചെയ്യുന്നില്ല ഇപ്പോൾ. എന്നാൽ റീമ കല്ലിങ്കലുമായി സൗഹൃദം പാർവതി ഇപ്പോഴും തുടരുന്നുണ്ട്. കസബ സിനിമയിലെ സ്ത്രീവിരുദ്ധതയ്ക്കെതിരെ പൊതുവേദിയിൽ സംസാരിക്കാൻ പാർവതിയെ പ്രേരിപ്പിച്ചത് ഗീതു മോഹൻദാസ് ആയിരുന്നു. അന്ന് സിനിമയുടെ പേര് പറയാൻ മടിച്ച പാർവതിയെ സേ ഇറ്റ് എന്ന് പറഞ്ഞ് ആവേശഭരിതയാക്കിയത് ഗീതുവായിരുന്നു. മികച്ച നടിയായ പാർവതി ഈ വിവാദത്തിന് ശേഷം സിനിമയിൽ ഒതുക്കപ്പെട്ടു. താൻ വിശ്വസിച്ച രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊണ്ട പാർവതിക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ അതേ രാഷ്ട്രീയം പ്രസംഗിച്ച് നടന്ന ഗീതു മോഹൻദാസ് തൻ്റെ വലിയ പ്രോജക്റ്റിലേക്ക് എത്തിയപ്പോൾ എല്ലാം സൗകര്യപൂർവ്വം മറന്നു. ടോക്സിക്കിൻ്റെ ടീസർ ഇപ്പോൾ വിവാദമായി മാറുകയാണ്. ടീസറിൽ നിറയെ അശ്ലീല രംഗങ്ങളാണ്. കാറിനുള്ളിൽ വെച്ച് സ്ത്രീയെ ഭോഗിക്കുന്ന രംഗങ്ങൾ, ഡാൻസ് ബാറിൽ വെച്ച് സ്ത്രീയുമായി ഇണചേരുന്ന യാഷിൻ്റെ രംഗങ്ങൾ, ഇതൊക്കെയാണ് ടോക്സിക്കിൻ്റെ ടീസറിനെ ഹരമാക്കി മാറ്റിയിരിക്കുന്നത്. തൻ്റെ ബർത്ത്ഡേയോട് അനുബന്ധിച്ച് യാഷ് പുറത്തുവിട്ട ടീസറിലാണ് ഡാൻസ് ബാറിൽ വെച്ച് ഒരു യുവതിയുമായി ഇണചേരുന്ന അല്ലെങ്കിൽ യുവതിയുമായി ഇഴുകിച്ചേരുന്ന യാഷിൻ്റെ രംഗം ഉള്ളത്. ചുരുക്കി പറഞ്ഞാൽ സ്ത്രീവിരുദ്ധത അരുത് എന്ന് പ്രസംഗിച്ച് നടന്ന ഗീതു മോഹൻദാസ് തനിക്ക് വലിയൊരു ചിത്രം കിട്ടിയപ്പോൾ അതൊക്കെ സൗകര്യപൂർവ്വം മറന്നു. ഗീതു മോഹൻദാസ് തൻ്റെ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ നായകൻ്റെ മെയിൽ ഈഗോയെ ഉയർത്തിക്കാട്ടുകയും സ്ത്രീയെ ഉപഭോഗ വസ്തുവായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു എന്ന വിമർശനം WCCയിലുണ്ട്. WCCയിലെ അംഗങ്ങൾക്ക് തന്നെ ഗീതു മോഹൻദാസിൻ്റെ നടപടി രുചിക്കുന്നില്ല. പാർവതി അർത്ഥഗർഭമായ മൗനത്തിലാണ്. പാർവതിയാണ് ഇതിൽ ബലിയാടായി മാറിയത്. ആവേശപൂർവ്വം സംസാരിക്കാൻ ഗീതു മോഹൻദാസിന് നന്നായി അറിയാം. ഗീതു മോഹൻദാസിനെ വിളിച്ചു കഴിഞ്ഞാൽ, ഒരു അഭിമുഖത്തിന് പോയി കഴിഞ്ഞാൽ ഗീതു മോഹൻദാസ് ബുദ്ധിജീവി പരിവേഷം നടിച്ചു കളയും. ഞാൻ പലപ്പോഴും ഗീതു മോഹൻദാസിനെ അഭിമുഖം ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു ബുദ്ധിജീവി പരിവേഷം നടിക്കുക എന്നുള്ളത് ഗീതു മോഹൻദാസിൻ്റെ പ്രത്യേകതയാണ്. അമ്മയെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ മറ്റെന്തെങ്കിലും പറയുക, സിനിമയെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ വേൾഡ് സിനിമയെക്കുറിച്ച് പറയുക, ഇങ്ങനെയുള്ള ബുദ്ധിജീവി നാട്യങ്ങൾ ഗീതു മോഹൻദാസിന് ഉണ്ട്. എന്തായാലും പാർവതിയെ കസബ വിവാദത്തിൽ കുരുക്കിയിട്ട ഗീതു മോഹൻദാസ് തൻ്റെ സിനിമയിൽ ഉടനീളം സ്ത്രീയെ ഉപഭോഗ വസ്തുവായി ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് അർത്ഥമാക്കുന്ന ടീസറാണ് പുറത്ത് വന്നിരിക്കുന്നത്. അതേസമയം നടി റീമ കല്ലിങ്കൽ തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കി സർവ്വ പിന്തുണയുമായി എത്തുന്നു. റീമ കല്ലിങ്കലുമായുള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കുമ്പോഴും ഗീതുവിനെ പിന്തുണയ്ക്കാതെ പാർവതി കൃത്യമായ അകലം പാലിക്കുന്നു. കാരണം നഷ്ടപ്പെട്ടത് ഗീതു മോഹൻദാസിനല്ല, പാർവതിക്കാണ്. കസബ എന്ന ചിത്രത്തിൽ സ്ത്രീവിരുദ്ധ രംഗങ്ങളുണ്ടെന്നും പറഞ്ഞ് മമ്മൂട്ടിക്കെതിരെ വാളോങ്ങി പാർവതി. മമ്മൂട്ടിക്കെതിരെ അന്ന് പാർവതി വാളോങ്ങിയപ്പോൾ മമ്മൂട്ടി ഫാൻസുകാർ സൈബർ ഇടങ്ങളിൽ പാർവതിയെ പൊങ്കാലയ്ക്കിട്ടു. കസബ എന്ന സിനിമ വളരെ ശ്രദ്ധ നേടിയ മമ്മൂട്ടി ചിത്രമാണ്. അതിലെ രാജൻ സക്കറിയ എന്ന കഥാപാത്രം സ്ത്രീലമ്പടനാണ്.
മമ്മൂട്ടി അതിൽ അതിൽ അതിലെ ചില രംഗങ്ങളിൽ സ്ത്രീവിരുദ്ധത കാണിക്കുന്നു എന്നായിരുന്നു പാർവതിയുടെ പരാതി. ആദ്യം ചിത്രത്തിൻ്റെയോ മമ്മൂട്ടിയുടെയോ പേര് പറയാൻ പാർവതി തയ്യാറായിരുന്നില്ല. എന്നാൽ ഗീതു മോഹൻദാസ് ഇളക്കി കൊടുത്തു. പാർവതി മമ്മൂട്ടിയെയും കസബയെയും അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്തെത്തി. അത് ചിത്രത്തിൻ്റെ മൈലേജ് കൂട്ടി എന്നുള്ളതും ശ്രദ്ധേയം. നിതിൻ രഞ്ജി പണിക്കർ സംവിധാനം ചെയ്ത ഒരു ആവറേജ് പോലീസ് സ്റ്റോറിയായിരുന്നു കസബ. സ്ത്രീവിരുദ്ധതയുടെ പേരിൽ പാർവതിയും WCCയിലെ ചില അംഗങ്ങളും ഗീതു മോഹൻദാസ് അടക്കമുള്ള അംഗങ്ങളും ചേർന്ന് കസബയ്ക്കെതിരെ കലാപം ഉണ്ടാക്കിയപ്പോൾ സ്വാഭാവികമായും പടം കാണാൻ പ്രേക്ഷകർ ഇടിച്ചു കയറി. ഇപ്പോൾ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് എന്ന കന്നഡ ചിത്രത്തിൻ്റെ ടീസർ പുറത്തു വന്നതോടെ യുവാക്കൾ ആവേശഭരിതരാണ്. കാരണം ലൈംഗികതയുടെ കുത്തൊഴുക്കാണ് ടീസറിൽ മുഴുവനും. കന്നഡ സിനിമയിൽ വലിയൊരു പ്രോജക്റ്റ് ലഭിച്ചപ്പോൾ, അതും യാഷിനെ പോലെയുള്ള KGF സ്റ്റാർ യാഷിനെ പോലെയുള്ള ഒരു വലിയ നടൻ്റെ പ്രോജക്റ്റ് ലഭിച്ചപ്പോൾ തൻ്റെ ആശയങ്ങളും തൻ്റെ രാഷ്ട്രീയവുമെല്ലാം ഗീതു മോഹൻദാസ് മറന്നു. ഗീതു മോഹൻദാസിനെ സംബന്ധിച്ചിടത്തോളം കരിയറാണ് പ്രധാനം. മണ്ടിയായ പാർവതി അത് തിരിച്ചറിഞ്ഞില്ല. പാർവതി നിരന്തരമായി WCCയിൽ ഇടപെടുകയും അതിജീവിതയ്ക്ക് വേണ്ടി ശബ്ദിക്കുകയും ഒക്കെ ചെയ്ത് WCCയിലെ നല്ല മെമ്പറായി മാറി. WCCയുടെ വിപ്ലവകാരിയായി മാറി. മമ്മൂട്ടിക്കെതിരെ പോലും സംസാരിക്കാൻ കരുത്തുള്ള നടി എന്ന വിശേഷണം പാർവതിക്ക് ലഭിച്ചു. പക്ഷേ അത് കാരണം പാർവതിയുടെ കരിയർ തകർന്നു. കസബ വിവാദത്തിന് ശേഷം പാർവതിക്ക് നല്ലൊരു റോൾ കിട്ടിയില്ല എന്നുള്ളതും, ടേക്ക് ഓഫൊക്കെ പിന്നീട് വന്നെങ്കിലും പാർവതിക്ക് സജീവമാകാൻ കഴിഞ്ഞില്ല. അത് മമ്മൂട്ടിയോട് പാർവതി കാണിച്ച ഈ വിപ്ലവാത്മകമായ സമീപനമാണ്. പാർവതിയുടെ വിപ്ലവാത്മകമായ സമീപനത്തോട് മെഗാസ്റ്റാർ മമ്മൂട്ടി പ്രതികരിച്ചതുമില്ല. അദ്ദേഹത്തിൻ്റെ വഴിക്കങ്ങ് പോയി. ഇപ്പോൾ എന്തിനു വേണ്ടിയാണോ WCC ഉണ്ടായത്, WCC എന്ത് ആശയത്തിൻ്റെ പേരിലാണോ രൂപവൽക്കരിക്കപ്പെട്ടത്, WCC എന്ത് ആശയമാണോ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്, ആ ആശയത്തിന് ഘടകവിരുദ്ധമായി WCCയുടെ മെമ്പറായ, അല്ലെങ്കിൽ WCCയുടെ ജീവാത്മാവും പരമാത്മാവും ഒക്കെയായ ഗീതു മോഹൻദാസ് തന്നെ പ്രവർത്തിച്ചിരിക്കുന്നു. പണം നാണക്കേട് മറയ്ക്കും. ആശയങ്ങൾ മാറുമ്പോഴും പണം ആശയങ്ങൾ മാറുന്നതിലെ വൈരുദ്ധ്യം മറയ്ക്കും. ഇത് തിരിച്ചറിയാൻ പാർവതിക്ക് കഴിയാതെ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ടോക്സിക്കിൻ്റെ ടീസർ വൈറലാണ്. ആ ടീസർ കാണാൻ യുവാക്കൾ ഇടിച്ചു കയറുന്നു. കന്നഡ സിനിമയിലെ തന്നെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളിലൊന്നാണ് ടോക്സിക് എന്ന് വ്യക്തമായി കഴിഞ്ഞു. എന്തായാലും പാർവതിക്ക് പണി കിട്ടി. ഗീതു മോഹൻദാസ് തൻ്റെ വമ്പൻ പ്രോജക്റ്റുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇതേ ചൊല്ലി WCCയിൽ തന്നെ ഭിന്നത നിലനിൽക്കുന്നു. WCCയിൽ നിന്ന് പാർവതി പിന്മാറുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്.